നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏടുക്കിപ്പോൾ ജോള് ഒരുങ്ങിയിട്ട് പോകുന്നുണ്ട്? കാര്യമുണ്ട്. എൻ്റെ ആങ്ങളുടെ മോൻ്റെ മംഗലാണ് ഈ വരുന്ന മാസം 14-ന്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞാൻ മാത്രമല്ല എൻ്റെ സിസ്റ്റേഴ്സും ഓറ പിള്ളേരും പിന്നെ ബാബീസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോരോ പോരെന്ന് വന്നതാണ്. ആദ്യം ഒരു ഷോപ്പിൽ കയറി, എന്നിട്ട് ആടെ കുറേ പിള്ളേർ പാഞ്ഞ് കളിച്ചതല്ലാതെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടാണ്. ഫസ്റ്റ് നമുക്ക് പ്ലാൻ ഉണ്ടായതില്ലേ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാം പിള്ളേർക്ക്. പക്ഷേ ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ പ്ലാൻ മാറ്റി. പിന്നെ വിചാരിച്ചു നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ. അങ്ങനെ സ്റ്റിച്ചിങ്ങിനുള്ള മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പിൽ കയറി. ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ പിള്ളേരെല്ലാം ഗേൾസ്, ബോയ്സ് അല്ല, ഗേൾസ് ആയതുകൊണ്ട് ഓർക്ക് എല്ലാവരും ഒരേ ഏജ് ലെവൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ആടുന്ന് ഓർക്കുള്ള ഡ്രസ്സെല്ലാം നമ്മൾ വാങ്ങി. ഡ്രസ്സ് എന്ന് ഉദ്ദേശിച്ച മെറ്റീരിയൽസിൻ്റെ തുണിയും ലൈനിങ്ങും എന്നിട്ട് അത് ആടുന്ന അളവ് കൊടുത്ത് സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടാണ്. പിന്നെ അവിടെ ഒരു ബില്ലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഗേൾസ് അല്ലല്ലോ, എനിക്ക് ബോയ്സ് അല്ലേ. അങ്ങനെ ഓർക്ക് കിട്ടുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നോക്കി. പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ഹെവി ആയിട്ടാണ് അവിടെ കാണുന്നുള്ളത്. അപ്പോൾ അത്ര ഹെവിയൊന്നും ഞാൻ ഇടുന്നില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത പറക്കപ്പാച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കുറേ ഷോപ്പിൽ കയറിയവ ഏത് ഷോപ്പൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. അവർക്ക് എത്തിയിട്ടാകുമ്പോൾ മാപ്പിള എന്തായാലും ചോദിക്കും നീ പോയിട്ട് എന്ത് മേങ്ങിന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷാളും മേങ്ങി. പിന്നെ അടുത്ത ഷോപ്പിലേക്ക് പോയിട്ട് ഏട്ടത്തിൻ്റെ മോൾക്ക് ഡ്രസ്സും മേങ്ങി. പിന്നെ നല്ല പൈച്ചിട്ടുണ്ടതിന്, ഉച്ചക്കേ വിട്ടതെല്ലാം ഇടുന്നത്. അങ്ങനെ നല്ല നെയ്പ്പത്തലും പിന്നെ ടെൻഡർ കോക്കനറ്റും കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് വിട്ട് തെറ്റാ.